നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയമുണ്ടല്ലോ. വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു തരുന്നുണ്ട്. ഇത് UP മോഡലാണെന്നുള്ള വിമർശനം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? കർണാടകയിൽ സത്യം പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെ ഗവൺമെൻറ് കുടിയെടുപ്പിക്കേണ്ടി വന്നു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ന്യായമുണ്ട്. അവിടെ ഗവൺമെൻറ് ഭൂമിയാണല്ലോ അത്. ആ നിലയ്ക്ക് ഗവൺമെൻറ് നടപടി എടുത്താണ്. പക്ഷേ അതിങ്ങനെയായി. അതേ അവസരത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവിടെ പുനരധിവാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കും, അവരെ പുനരധിവസിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പുനരധിവാസം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ളൊരു നടപടി എടുത്താൽ പോരായിരുന്നില്ല? എവിടെയോ ഒരു നടപടി ഞങ്ങൾ സിദ്ധരാമയ്യയുമായി ബന്ധപ്പെട്ടിരുന്നു, കുഞ്ഞാഴ്ചയുമായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ മറുപടി എന്നുള്ളത്, ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട, നിങ്ങൾ കേരളത്തിലുള്ള ആളുകൾ, കേരളക്കാർക്ക് ഇതിൽ പ്രത്യേകമായിട്ട് ഇങ്ങനെ പ്രതികരണം വരുന്നുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. വീട് അവിടെ ഇതിനിരയായവർക്ക് അവർക്ക് അവർ പുനരധിവസിപ്പിക്കാനുള്ള പ്രത്യേകമായ പാക്കേജ് പ്രഖ്യാപിച്ച് നടപ്പാക്കുമെന്ന് പറഞ്ഞു. മറ്റു പ്രതികരണമൊക്കെ രാഷ്ട്രീയം മാത്രമാണെന്നാണ് പറയുന്നത്. മറ്റ് പ്രതികരണങ്ങളൊക്കെ രാഷ്ട്രീയം മാത്രമാണെന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇതിന് ഒരു ഒച്ചപ്പാടായി മാറിയപ്പോൾ നമുക്കും പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ പ്രതികരിക്കും. അങ്ങനെ മറ്റൊരു കാര്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിം ലീഗ് വോട്ടിംഗ് ശതമാനവും അതുപോലെ തന്നെ കൂടുതൽ സീറ്റുകൾ പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് വലിയ രീതിയിലൊരു ശക്തി പ്രകടനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും ഇതിന്റെ പശ്ചാത്തലത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയമുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു, നമുക്കറിയാം. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. തെത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിധി എന്നുള്ളത് കേരളത്തിൻ്റെ വിധിയാണ്, കേരളത്തിൻ്റെ വിധിയെഴുത്താണ്. കേരളത്തിൽ മാറ്റം അനിവാര്യമാണ്. അതിപ്പോൾ UDF കേരളത്തിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കേരള ജനത വിധിയെഴുതി. അതനുസരിച്ച് ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിലും അധികാരത്തിലേക്ക് വരേണ്ടതായിട്ടുള്ള അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സീറ്റുകൾ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ, ഇലക്ഷൻ സംബന്ധമായ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ UDF കമ്മിറ്റികൾ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞാൽ നടക്കും. അതിനുശേഷമായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. മുന്നണി വിപുലീകരണം ആവശ്യമാണ്. മുസ്ലിം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്ത് ഉള്ള ചില അതൃപ്തരായിട്ടുള്ള കക്ഷികളൊക്കെ ഉണ്ട്. അവരൊക്കെ UDF വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് UDF വിപുലീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ പ്രശ്നമുണ്ടാകും. അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കും.